കേരള NGO യൂണിയൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നായ ലഹരി മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി അണിചേരണമെന്ന് കേരള NGO യൂണിയൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കുന്നതിനുള്ള കർശന നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ കടത്തും വിതരണവും തടയുന്നതിനും കുറ്റവാളികളെ പിടികൂടുന്നതിനുമായി പോലീസും എക്സൈസും സംയുക്തമായി പഴുതടച്ച പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവത്വത്തെ പിടികൂടിയ മാരകമായ ലഹരിക്കെതിരായ കർശന നടപടികൾക്ക് ബഹുജന പിന്തുണ അത്യാവശ്യമാണ്. ലഹരിമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഴുവൻ ജീവനക്കാരും മുന്നിട്ടിറങ്ങണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്കൊപ്പം അണിചേരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ രാവിലെ നടത്തിയ സുഹൃത്ത് സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PK വിനോദ് അധ്യക്ഷനായി. KSTA ജില്ലാ സെക്രട്ടറി T പ്രകാശൻ, KGOA ജില്ലാ സെക്രട്ടറി KV രാഘവൻ, PSCEU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B രാധാകൃഷ്ണ, AKGCT ജില്ലാ വൈസ് പ്രസിഡന്റ് PK രതീഷ്, AKPCTA ജില്ലാ സെക്രട്ടറി P രഘുനാഥ്, KAUAA പിലിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് TV ശ്രീകാന്ത്, KNTEO സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവൻ ഉദിരൂർ, ബെഫി ജില്ലാ കമ്മിറ്റി അംഗം EP സുരേഷ് കുമാർ, BSNL എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV കൃഷ്ണൻ, KGNA പ്രതിനിധി ജലജ, KWEA സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി A വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വള്ളരിക്കുണ്ടിലെ K പ്രമോദ്, CV സുനി, മഞ്ചേശ്വരത്തെ അഖിൽ ദാമോദരൻ, കാസർകോട്ടെ അരുൺ കൃഷ്ണൻ, വിദ്യാനഗറിലെ PK രബിത്ത്, A ആശാലത, നീലേശ്വരത്തെ MTP റസീന, AK ദിവാകരൻ, ഹോസ്തൃഗിലെ H ശ്രീകാന്ത്, TK വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ സംഘടനാ റിപ്പോർട്ടിന്മേൽ വന്ന ചർച്ചയ്ക്ക് മറുപടി നൽകി. ഭാവി പ്രവർത്തനങ്ങൾ ജില്ലാ സെക്രട്ടറി T ദാമോദരൻ വിശദീകരിച്ചു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കുക, കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കുക, ഫെഡറലിസം തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങി 20ഓളം പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.